എല്ലാ തോന്നിയാസങ്ങളും കാണിച്ചു വെച്ച് അതെല്ലാം സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്നും പറഞ്ഞ് 5 വർഷം മലയാളികളെ പറ്റിച്ചു നടന്ന മന്ത്രിയായിരുന്നു ആരോഗ്യമന്ത്രിയായ വീണ ജോർജ്. അതുകൊണ്ട് പുതുതായി വന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആ സിസ്റ്റമാണ് ആദ്യം പരിശോധിച്ചത്. സിസ്റ്റം നന്നാവില്ലെന്ന് പറഞ്ഞാൽ മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ആവശ്യം ഇവിടെ എന്താണെന്നും ഇനി സിസ്റ്റത്തെ പറഞ്ഞ് രക്ഷപ്പെടേണ്ടെന്നുമുള്ള വ്യക്തമായ നിർദ്ദേശം എല്ലാവർക്കും മന്ത്രി നൽകിക്കഴിഞ്ഞു. അതോടെ വീണ ജോർജിൻ്റെ കള്ളങ്ങളാണ് ആദ്യം തന്നെ പൊളിഞ്ഞു വീണത്. ഒരു ജോലിയും ചെയ്യാതെ പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്നതും മാത്രം കേട്ട് ഭരിച്ചതാണ് വീണ ജോർജിൻ്റെ പരാജയം. രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയപ്പോഴും ചികിത്സ കിട്ടാതെ രോഗി മരിച്ചപ്പോഴും ആശുപത്രി തകർന്ന ആളുകൾ മരിച്ചു വീണപ്പോഴും എല്ലാം അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്നും എല്ലാം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, ലഭിച്ചാലുടൻ നടപടിയെടുക്കുമെന്നും പറയുന്ന വെറും ജൽപ്പനം മാത്രമായിരുന്നു കഴിഞ്ഞ 5 വർഷം നടന്നത്. ഒരു പരിപാടിയും നടന്നിട്ടില്ല. പാവപ്പെട്ട ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ആരോഗ്യവകുപ്പിനെ കുളം തോണ്ടാൻ വീണ ജോർജ് ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ആ സിസ്റ്റം ഇനി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മന്ത്രി മുരളീധരൻ. വീണയുടെ സിസ്റ്റത്തെ തുടച്ചു നീക്കി ശുദ്ധീകരിച്ചാണ് മുരളീധരൻ്റെ തുടക്കം തന്നെ. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും ശുചീകരിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ തുടക്കം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വീണ ജോർജ് തകർത്ത് കളഞ്ഞ കേരളത്തിലെ ആരോഗ്യമേഖലയുടെ കുറ്റങ്ങളും കഴിവുകേടുകളും അക്കമിട്ട് നിരത്തി ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മുരളീധരൻ്റെ തുടക്കം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രാഥമിക തലത്തിലുള്ള ആശുപത്രികളിലെ സൗകര്യക്കുറവ് മൂലമാണ് മെഡിക്കൽ കോളേജുകളിൽ ഇത്രയും രോഗികൾ തള്ളിക്കയറുന്നത്. ആ സൗകര്യക്കുറവ് മൂലം തലവേദന വന്നവർ പോലും നേരെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. റഫറൽ സംവിധാനം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടില്ല കഴിഞ്ഞ സർക്കാരിന്. ആ സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ടവർ ആണെങ്കിലും ആരോഗ്യവകുപ്പിനെ മെച്ചപ്പെടുത്താനായി ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളുമായി അവർ സഹകരിച്ചാൽ അവരെ സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. അക്കാലത്ത് നിയമനം ലഭിച്ചവരുടെ ആഭിമുഖ്യം ആരോടാണെന്ന് തനിക്ക് നന്നായി അറിയാം. ഈ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും മന്ത്രി മുരളീധരൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതായത് പകപോക്കൽ രാഷ്ട്രീയത്തിനില്ലെന്നും കാര്യങ്ങൾ ഭംഗിയായി നടക്കണമെന്നും പറയുന്ന മന്ത്രി മുരളീധരൻ വീണ ജോർജിൻ്റെ കാലഘട്ടത്തിലെ ആളുകളെയല്ല, സിസ്റ്റത്തെയാണ് ഇല്ലാതാക്കുന്നത്. പാർട്ടി പറയുന്നത് മാത്രം കേൾക്കുക, പാർട്ടിക്കും പാർട്ടിക്കാർക്കും വേണ്ടി അഴിമതിക്ക് കൂട്ടുനിൽക്കുക, ഒപ്പം നാടകം കളിക്കുക, അതുവഴി പാവങ്ങളുടെ ആശ്രയ കേന്ദ്രമായ സർക്കാർ ആശുപത്രികളെല്ലാം തകരുകയും രോഗികൾ മരിച്ചു വീഴുകയും ചെയ്യുന്ന അതിദാരുണമായ സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ 5 വർഷം കേരളം സാക്ഷ്യം വഹിച്ചത്. എങ്കിൽ ഇനിയങ്ങോട്ട് ജനങ്ങളുടെ യഥാർത്ഥ ആശ്രയ കേന്ദ്രമായി കേരളത്തിലെ ആരോഗ്യ സംവിധാനവും ആശുപത്രികളും മാറുകയാണ്. അതാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രഖ്യാപിച്ച പുതിയ സിസ്റ്റം എന്ന് പറയുന്നത്.